ഗുഡ് മോർണിംഗ്. അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത പോർഷനിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ആരും ഇതുവരെ സംശയമൊന്നും ചോദിച്ചിട്ടില്ല. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിച്ച് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ഇമ്പോർട്ടൻസ് ഓർ യൂസസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്, അതാണ് പഠിക്കുന്നത്. എല്ലാം കൂടെ ഒന്നിച്ചായിട്ട്. അതായത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് എന്നായിരിക്കും, ചിലപ്പോൾ അഡ്വാൻറ്റേജസ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഹെഡിങ് എന്നാൽ നിങ്ങൾ പറയും ബാക്കി പഠിപ്പിച്ചിട്ടില്ലെന്ന്, അല്ലേ? ഇതെല്ലാം കൂടെ ഒരു ആൻസറാണ് വരുന്നത്. ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസും ഇമ്പോർട്ടൻസ് യൂസ് എല്ലാം കൂടി ഒന്നാണ് ആൻസർ വരുന്നത്. ഒന്നാമത്, ഇറ്റ് കീപ്പ് എ പെർമനൻ്റ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളുടെ പെർമനൻ്റ് ആയ ഒരു റെക്കോർഡാണ് ഏത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരിക്കൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് എത്ര വർഷങ്ങൾക്ക് ശേഷവും ഒരാവശ്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് റെക്കോർഡാണെന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ടു അസർടെയിൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ്സിലുണ്ടാകുന്ന കൊടുക്കൽ വാങ്ങലുകൾ, ഇടപാടുകൾ, ആ ഇടപാടുകൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഏത് സഹായിക്കുന്നുണ്ട്, അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ നടക്കുന്ന ട്രാൻസാക്ഷൻ കുറേ നാളുകൾക്ക് ശേഷം അത് ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് പിന്നീട് നമുക്ക് അത് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് അസർടെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞ ടു അസർടെയിൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഓർ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് സാമ്പത്തികമായിട്ട് കമ്പനി എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന്. ഈ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അസറ്റും ലയബിലിറ്റിയുമാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതിന്, അസറ്റ്സ് ആർ തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ്. സ്വന്തമായിട്ട് മൂല്യമുള്ള വസ്തുക്കൾ, സ്വന്തമായിട്ട് അത് കൊടുത്താൽ പൈസ കിട്ടുന്ന എന്താണ്, അസറ്റാണ്. ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി, മോട്ടോർ വെഹിക്കിൾസ്, ഇതൊക്കെ എന്താണ്, കൊടുത്താൽ പൈസ കിട്ടുന്നതാണ്. അതെല്ലാം ഏതിനകത്ത് ഉൾപ്പെടുത്തും, നമ്മൾ അസറ്റിനകത്ത് ഉൾപ്പെടുത്തും. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓവ്ഡ് ടു അതേഴ്സ്. മറ്റുള്ളവർ OWD മറ്റുള്ളവരോട് നമ്മൾ കടപ്പെട്ടിരിക്കും. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണെന്ന് പറയുക ലയബിലിറ്റി അഥവാ ബാധ്യത എന്ന് പറയും. അപ്പോൾ ഈ അസറ്റും ലയബിലിറ്റിയും കൂടെ ചേരുന്നതാണ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ആ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ബാലൻസ് ഷീറ്റ് എന്ന്. ഈ ബാലൻസ് ഷീറ്റ് നോക്കുമ്പം കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്കറിയാം. ഈ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു സൈഡിൽ നമ്മൾ അസറ്റ് എഴുതും, ഒരു സൈഡിൽ നമ്മൾ ലയബിലിറ്റീസ് എഴുതും. അതായത് ഒരു സൈഡിൽ നമുക്കുള്ള എല്ലാ ആസ്തികളും എഴുതും, ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, അങ്ങനെയുള്ള എല്ലാ അതിൻ്റെ എമൗണ്ട് സഹിതം കാണിക്കും. മറ്റേ സൈഡിൽ നമ്മൾ കൊടുക്കാനുള്ള പൈസകളെല്ലാം നമ്മൾ കാണിക്കും. ഈ രണ്ട് കോളവും എപ്പോഴും എങ്ങനെയായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഒരു സൈഡ് കൂടിയോ ഒരു സൈഡ് കുറഞ്ഞോ പോകാനായിട്ട് പാടില്ല. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ടാലിയായി എന്ന് പറയും. ടാലി ആവുക. അങ്ങനെ ടാലി ആകുന്ന ബിസിനസ് ഫേമിൻ്റെ ആണ് സോൾവൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്കറിയാനായിട്ട് പറ്റുന്നത്. അല്ലാതെ ഇപ്പം നമുക്ക് ഒരിടത്തും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ കമ്പനിക്ക് എത്ര ആസ്തി ഉണ്ടെന്നോ എത്ര ബാധ്യതയുണ്ടോയെന്നൊന്നും നമുക്ക് പറയാനോ ഓർത്ത് വെക്കാനായിട്ടോ സാധിക്കത്തില്ല. അപ്പം കമ്പനിയുടെ പ്രോഫിറ്റും ലോസും എത്രയാണെന്ന് അറിയാനായിട്ട്, കമ്പനിയുടെ ആസ്തി ബാധ്യതകൾ അറിയാനായിട്ടൊക്കെ ഏത് സഹായകമാണ്, അക്കൗണ്ടിങ് സഹായകമാണ്. മറ്റൊന്ന് പറയുന്നത് ടു കൺട്രോൾ എക്സ്പെൻഡിച്ചർ ഓഫ് ബിസിനസ്. ബിസിനസ്സിനകത്തുണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്പെൻസ് കൂടിയതാണ് നമ്മുടെ ബിസിനസ്സിന് ലോസാണ് ആയേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവരിക. എവിടെയാണോ നമുക്ക് എക്സ്പെൻഡിച്ചർ കൂടിയത് ആ മേഖലയിൽ നമ്മളൊരു കൺട്രോൾ ഉണ്ട്. ഇനി അത്രയും എക്സ്പെൻഡിച്ചർ എന്തുകൊണ്ടാണ് അത് കൂടാൻ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. എക്സ്പെൻഡിച്ചർ കുറച്ച് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് എന്ത് കൂടുന്നത്, പ്രോഫിറ്റ് കൂടുന്നത്. അപ്പം നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഇന്നടത്ത് എക്സ്പെൻഡിച്ചർ കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ടോട്ടൽ നമ്മൾ കണക്കും കൂട്ടിയൊക്കെ നോക്കുന്ന സമയത്ത് ഇത്രയും രൂപ ലാഭം ഉണ്ടെന്ന് പറയും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ലാഭം ഇപ്രാവശ്യം കുറവാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം ലാഭം കുറഞ്ഞു പോയത്? അതിൻ്റെ കാരണം എവിടെയെന്ന് കണ്ടുപിടിക്കാം. റെക്കോർഡ് ചെയ്താലാണ് ഇന്ന സ്ഥലത്താണ് ഇന്ന കാര്യം കൊണ്ടാണ് നമുക്ക് ഇത്രയും ലാഭം കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ഇത്രയും നഷ്ടം ഉണ്ടായതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലേ?
അപ്പം നമുക്ക് പിന്നെന്താണ് എക്സ്പെൻഡിച്ചറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും, അക്കൗണ്ടിങ് സഹായിക്കും. ദെൻ ടു കാൽക്കുലേറ്റ് എമൗണ്ട് ഡ്യൂ ടു ആൻഡ് ഡ്യൂ ഫ്രം അതേഴ്സ്. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള, ഡ്യൂ ഫ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ട്, നമ്മൾ ആർക്കൊക്കെയാണ് പൈസ കൊടുക്കാനായിട്ടുള്ളത്, ആരിൽ നിന്നൊക്കെയാണ് നമുക്ക് പൈസ കിട്ടാനുള്ളത്, ഇതും നമുക്ക് ഏതിലൂടെയാണ് അറിയാൻ പറ്റുന്നത്? അക്കൗണ്ടിങ്ങിലൂടെയാണ് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു കടയെന്ന് വിചാരിക്കും, നമ്മൾ നേരത്തെ ഞാനൊരു ആളുടെ പേര് ഞാൻ മറന്നുപോയല്ലോ, മെഡിക്കൽ ഷോപ്പ് തുടങ്ങുന്നുള്ള, ആ മെഡിക്കൽ ഷോപ്പ് തുടങ്ങുന്ന ആളുടെ ആ മെഡിക്കൽ ഷോപ്പിൽ നിന്നുണ്ടല്ലോ, എന്തായിരുന്നു അതിൻ്റെ പേര് ഞാൻ ഇട്ടത്, നവാസ, ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ആ കുട്ടി അവൻ്റെ കടയിൽ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് കടമായിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട്, മരുന്ന് വാങ്ങിച്ചുകൊണ്ട്, ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് അവൻ്റെ ഷോപ്പ് എന്ന് വിചാരിക്കുക. അവൻ്റെ പരിചയക്കാർ, ഫ്രണ്ട്സ്, കുടുംബക്കാരൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ വരുന്ന സമയത്ത് ഇവൻ്റെ ഷോപ്പിൽ നിന്ന് കടമായിട്ട് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടാവാം. അതേപോലെ തന്നെ ഇവന് മരുന്ന് എടുക്കാനായിട്ടൊക്കെ പോകുമ്പോൾ ഹോൾസെയിൽ ഷോപ്പിലൊക്കെ പോകുമ്പം ചിലപ്പോൾ അവിടുന്ന് കടമായിട്ട് മരുന്ന് ഇങ്ങോട്ട് സ്റ്റോക്ക് എടുത്തുകൊണ്ട് പോയിരുന്നുണ്ടാവാം. ഇതൊക്കെ റെക്കോർഡ് ചെയ്തില്ലേ കുറേ കാലം കഴിയുമ്പോൾ മറന്നു പോകത്തില്ലേ? ഇപ്പോൾ ഒരു 50 രൂപയുടെ 15 രൂപയുടെയൊക്കെ മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ട് ആ കടമായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്ന റെക്കോർഡ് ചെയ്തില്ലേ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകത്തില്ലേ? അപ്പോൾ ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ റെക്കോർഡിംഗ് ആണല്ലോ. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു വർഷാവസാനം ആകുമ്പോഴേക്ക് കൊടുക്കാനുള്ളതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും, കിട്ടാനുള്ളതിൻ്റെ എല്ലാം ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എത്ര കൊടുക്കാനുണ്ട് എത്ര കിട്ടാനുണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഈ അക്കൗണ്ടിങ് ഉള്ളത് കൊണ്ടാണ്. അക്കൗണ്ടിങ് ഇല്ലായിരുന്നെങ്കിൽ കുറേ എമൗണ്ടുകൾ നമുക്ക് മിസ്സായി പോയിരുന്നു, കൊടുക്കാനുള്ള മിസ്സാകും. പിന്നെ ഓരോരുത്തർ കേസൊക്കെ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ അവർക്ക് നമ്മൾ പൈസ കൊടുക്കാനുള്ളതാണല്ലോ എന്ന് ഓർക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് എമൗണ്ട് ഡ്യൂ ടു ആൻഡ് ഡ്യൂ ഫ്രം അതേഴ്സ്, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ളതും കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ടു അസർട്ടൈൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സെല്ലിംഗ് പ്രൈസ്. നമ്മൾ ഇപ്പം മെഡിക്കൽ ഷോപ്പ് ആയതുകൊണ്ട് അവിടെ എന്താണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, ഇനി ഒരു ഉൽപ്പാദനം നടത്തുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ മോഡേൺ ബ്രെഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി, മോഡേൺ ബ്രെഡ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയിൽ ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനി. അപ്പോൾ ആ കമ്പനിയിൽ എത്ര ചിലവാകുന്നുണ്ട് ഒരു മാസം അതല്ലെങ്കിൽ ഒരു വർഷം ഈ ബ്രെഡ് ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിക്ക് എത്ര ചിലവ് വരുന്നുണ്ട്, അതിനെയാണ് ഉൽപ്പാദിപ്പിക്കാനായിട്ടുണ്ടാകുന്ന ചിലവിനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർഷക്കാലത്തേക്ക് മോഡേൺ ബ്രെഡ് കമ്പനിക്ക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം ചിലവ് വരുന്നുണ്ട്, ഈ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് അതിന് വാങ്ങുന്ന ഗോതമ്പോ മൈദയോ എന്തോ ആയിക്കോട്ടെ, ഷുഗർ, അതിൻ്റെ ഇൻഗ്രീഡിയൻസിന് മാത്രമല്ല ചിലവുള്ളത്, അവിടെ പണിയെടുക്കുന്നവർക്ക് കൊടുക്കുന്ന വേജസ്, സാലറീസ് ഉണ്ട്. ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്നവരുണ്ടാകാം, അവിടുത്തെ മാനേജർമാർ, അങ്ങനെ മറ്റ് ഓഫീസ് സ്റ്റാഫിന് സാലറി കൊടുക്കുന്നുണ്ടാവാം. നമ്മൾ ബാങ്കിൽ നിന്ന് ഈ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടാകും, ആ ലോണിന് പലിശ കൊടുക്കുന്നുണ്ടാവാം. നമ്മുടെ ഈ കമ്പനി ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് വാടക കൊടുക്കുന്നുണ്ടാകാം. അങ്ങനെ എന്തെന്ത് എക്സ്പെൻസ് വരുന്നുണ്ട് എൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട്, അതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഒരു കൊല്ലത്തെ ഈ മോഡേൺ ബ്രെഡിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ ഉൽപ്പാദന ചെലവ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന റിംന റോജ എന്ന് പറയുന്ന കുട്ടി, അവൾക്ക് നന്നായിട്ട് ബാഗ് നിർമ്മിക്കാൻ അറിയാം. തുണി കൊണ്ടും റെക്സിൻ കൊണ്ടും ലെതർ കൊണ്ടും ഒക്കെ അവൾ എന്ത് ചെയ്യും, ബാഗ് ഉണ്ടാക്കും. ഈ ബാഗ് ഉണ്ടാക്കാനായിട്ട് അവൾക്കൊരു യൂണിറ്റ് തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഉൽപ്പാദന യൂണിറ്റ് ഉണ്ട്. അവിടെ 2 സ്ത്രീകളെയൊക്കെ വെച്ചിട്ടാണ് അവൾ ബാഗ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. അതൊരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ബാഗ് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കാനായിട്ട് എന്ത് വിലയ്ക്ക് അത് വിൽക്കണമെന്ന് റിംനയ്ക്ക് തീരുമാനിക്കണമെങ്കിൽ ആദ്യം റിംന എന്തറിഞ്ഞിരിക്കണം, ഈ ബാഗ് ഉണ്ടാക്കാൻ എന്ത് ചിലവ് വന്നു എന്നറിയണം. എന്നാലല്ലേ വിൽപ്പന വിലയിടാനായിട്ട് പറ്റുള്ളൂ. നമുക്കൊരു സാധനം ഉൽപ്പാദിപ്പിച്ചപ്പം 100 രൂപ ചിലവ് വന്നു, അങ്ങനെ അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ സാധനം 100-ൽ കൂടിയ ഏതൊരു വിലയ്ക്കും നമ്മൾ വിൽക്കും. നമ്മൾക്ക് നഷ്ടം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ വിൽക്കുമോ? 100 രൂപ ചിലവാക്കി ഉണ്ടാക്കിയ ഒരു സാധനം 80 രൂപയ്ക്ക് വിൽക്കാൻ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉൽപ്പാദനവും വിൽപ്പനയൊക്കെ നടത്തുന്നത്? ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയില്ല. അപ്പോൾ അതിനെ കുറച്ച് നമ്മൾ ഒരിക്കലും വിൽക്കത്തില്ലല്ലോ, കൂട്ടിയല്ലേ. അപ്പോൾ കുറച്ചാണോ നമ്മൾ വിൽക്കേണ്ടത്, കൂട്ടിയാണോ വിൽക്കേണ്ടതെന്നൊക്കെ നമ്മൾക്ക് തീരുമാനിക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് അറിയണം.
ഉൽപ്പാദന ചെലവറിയണം. ഉൽപ്പാദന ചെലവറിയണമെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദനം തുടങ്ങിയ അന്ന് മുതലുള്ള ചിലവുകൾ നമ്മൾ അറിഞ്ഞാലല്ലേ ടോട്ടൽ ചിലവ് എത്രയെന്ന് അറിയാൻ പറ്റുള്ളൂ. ടോട്ടൽ ചിലവ് അറിഞ്ഞാലല്ലേ ഇത് എന്ത് വിലയ്ക്ക് വിൽക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ റിംന ഉൽപ്പാദിപ്പിച്ച ഒരു ബാഗിന് ഇത് അത് അവിടെ പണിയെടുത്ത എംപ്ലോയിക്ക് കൂലി കൊടുത്തത് ഉൾപ്പെടെ ഇതിൻ്റെ മെറ്റീരിയൽ വാങ്ങിയത് ഉൾപ്പെടെ ഒരു 500 റുപ്പീസ് ചിലവാകുന്നുണ്ട്. അപ്പോൾ 500 റുപ്പീസ് ചിലവാകുമ്പോൾ റിംന പറയുകയാണ് ഇതൊരു 550 രൂപയ്ക്കെങ്കിലും വിറ്റാലേ എനിക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 50 രൂപയെങ്കിലും റിംനയ്ക്ക് ലാഭം കിട്ടണം. 50 രൂപ ലാഭം എന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ ചിലവറിയാതെ ലാഭം എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ റിംന എന്ത് ചെയ്യും? ഓരോ എക്സ്പെൻസുകളും റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെ ഓരോ എക്സ്പെൻസുകളും റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് അറിയാൻ പറ്റും. ആ ടോട്ടൽ എക്സ്പെൻസ് അറിയുമ്പോൾ നമുക്ക് എന്ത് ഫിക്സ് ചെയ്യാം? സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അക്കൗണ്ടിങ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാനായിട്ടും സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ടും സഹായകമാണ്. മറ്റൊന്ന്, ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിന് പ്രൊപ്രൈറ്റർക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്, അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാൻ പറ്റും, ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ നമ്മൾ 2 പോയിൻ്റ് കണ്ടില്ലേ. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന് കുറേ വർഷങ്ങളായിട്ട് നഷ്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെ നഷ്ടം മാത്രമാണെങ്കിൽ പിന്നെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണോ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ യൂണിറ്റിനെ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. കുറച്ച് നാളത്തേക്കെങ്കിലും പൂട്ടിയിടാനായിട്ടോ, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാം. നല്ല ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ തികയുന്നില്ല, കച്ചവടമൊന്നും ഈ ഒരു സ്ഥാപനം കൊണ്ട് തികയുന്നില്ല, ബിസിനസ് ഒരു സ്ഥാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു ബ്രാഞ്ചും കൂടെ തുടങ്ങിയേക്കാം. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പുതിയ ടെക്നോളജി കൊണ്ടുവരണമെങ്കിൽ ആ ടെക്നോളജി അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ആ സ്റ്റാഫ് ഒന്ന് സ്കിൽഡ് ആയിരിക്കണം. ആ സ്കിൽഡായിട്ടുള്ള എംപ്ലോയിക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ശമ്പളം കൊടുക്കണം. കൂടുതൽ ശമ്പളം കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് ഉണ്ടായിരിക്കണം. വരുമാനം ഉണ്ടോ എന്നറിയാം ഇല്ലയോ എന്നറിയാൻ നമ്മളെ ഈ അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എക്സ്പെർട്ടായിട്ടുള്ള ഒരു സ്കിൽഡായിട്ടുള്ള ഒരു എംപ്ലോയി നമുക്ക് എന്തുകൊണ്ട് സ്ഥാപിച്ചുകൂടാ? ഒരു പുതിയ ടെക്നോളജി നമ്മുടെ ബിസിനസ്സിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? അപ്പം നമ്മുടെ ബിസിനസ് ഒന്നുകൂടെ അങ്ങ് മാറുമല്ലോ, മോഡേൺ ആകുമല്ലോ. ഇത്തരത്തിലൊക്കെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നതാണ് ഏത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ടു സാറ്റിസ്ഫൈ ദ റിക്വയർമെൻറ്റ് ഓഫ് ലോ. നിയമത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിലും ഏത് വേണം? അക്കൗണ്ടിങ് വേണം. അപ്പം അതായത് നമുക്ക് ടാക്സിൻ്റേതായിട്ടുള്ള പോലെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടാക്സ് പോളിസികൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇത്രയും ടാക്സ് അടയ്ക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാൻ നമ്മുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഞങ്ങൾക്ക് ലാഭം കിട്ടിയിട്ടുള്ളൂ, പിന്നെ എന്തിനാ ഞങ്ങൾ അത്രയും ടാക്സ് അടയ്ക്കുന്നതെന്ന് ചോദിക്കാം അല്ലേ. അപ്പം അതിന് തെളിവായിട്ട് നമുക്ക് അക്കൗണ്ടിങ്ങിലൂടെ നമ്മുടെ പ്രോഫിറ്റും ബാലൻസ് ഷീറ്റും ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം പിന്നെ ഗവൺമെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ടു ഹെൽപ്പ് ഇൻ അസർട്ടൈനിങ് ദ വാല്യൂ ഓഫ് ബിസിനസ് അറ്റ് ദി ടൈം ഓഫ് പർച്ചേസ് ഓർ സെയിൽ ഓഫ് ബിസിനസ്. അപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സിനെ നമ്മൾ വേറൊരാൾക്ക് വിൽക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറൊരാളുടെ ബിസിനസ്സും കൂടി നമ്മൾ ഇങ്ങോട്ട് വാങ്ങുകയാണെന്ന് വിചാരിക്കുക. ആ ബിസിനസ്സിന് എന്ത് വില നിശ്ചയിക്കണം? ആ വില നിശ്ചയിക്കുന്നത് അതിൻ്റെ മൊത്തം ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ടോ അല്ല അവിടെ ഇരിക്കുന്ന പിന്നെ സ്ഥലത്തിൻ്റെ വില, അതൊക്കെ ഒരു കാരണം, ഒരു എന്താ പറയുക, ഒരു സൂചകമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി അതിൻ്റെ വില നമ്മൾ നിശ്ചയിക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് അതിൻ്റെ അക്കൗണ്ടിങ് ആണ്. അതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കും. ഈ ബിസിനസ് സ്ഥാപനത്തിന് എത്രത്തോളം പിന്നെ ലാഭമുണ്ട്, എത്രത്തോളം അസറ്റുണ്ട്, എത്രത്തോളം ലയബിലിറ്റി ഉണ്ട്, അത് നോക്കണം. അത് നോക്കിയിട്ടാണ് ഇഷ്ടംപോലെ അസറ്റുള്ള കമ്പനിയാണ്, ഇഷ്ടംപോലെ ലാഭമുണ്ടാക്കുന്നതാണ്, നല്ല ഗുഡ് വില്ലുള്ള സമൂഹത്തിന് മുന്നിൽ കസ്റ്റമേഴ്സിനുള്ളിൽ നല്ല ഗുഡ് വില്ലുള്ള കമ്പനിയാണെന്നൊക്കെ ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല വിലയ്ക്ക് ആ കമ്പനി പർച്ചേസ്. അപ്പം ഒരു കമ്പനി പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനി സെയിലാക്കുമ്പോൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് അക്കൗണ്ടിങ് ആണ് നമ്മൾ അക്കൗണ്ട് നോക്കിയിട്ടാണ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ നോക്കിയിട്ടാണ് വില നിർണ്ണയം നമ്മൾ നടത്തുന്നത്. മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ടു ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ.
ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ഭാവിയിൽ എന്ത് സംഭവിക്കാം, നമ്മുടെ ബിസിനസ്സിൽ ഏതൊക്കെ രീതിയിൽ ആയിരിക്കാം ലാഭം, എത്രത്തോളം നമുക്ക് വിൽക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാൽക്കുലേഷൻസ് നടത്തും. അത് പ്രധാനമായിട്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചായ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് അതിനെ നമുക്ക് സഹായിക്കുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൽ ബജറ്റും ബജറ്ററി കൺട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ നമുക്ക് എത്രത്തോളം എക്സ്പെൻഡിച്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമുക്ക് എത്രത്തോളം റിട്ടേൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഗെറ്റിംഗ് ലോണ് കിട്ടാം. ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ നമുക്ക് ലോണ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരാൾക്ക് പൈസ കടം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചു തരാനായിട്ട് അയാൾക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാങ്കുകാർ എന്ത് ചോദിക്കും, ഒരു സെക്യൂരിറ്റി ചോദിക്കും. എന്തിനാണ്, നമ്മൾ അഥവാ ലോണ് തിരിച്ചടച്ചിട്ടില്ലെങ്കിലും ബാങ്കിന് നഷ്ടം വരരുത്. നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന സാധനം അത് ഗോൾഡ് ആയിക്കോട്ടെ, സ്ഥലമായിക്കോട്ടെ, കാറായിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത് വിറ്റിട്ടാണെങ്കിലും ബാങ്കിൻ്റെ പൈസ കിട്ടണം അല്ലേ. അപ്പോൾ അതിനായിട്ടൊരു സെക്യൂരിറ്റി ചോദിക്കണം. അപ്പോൾ ബാങ്കുകാർ ലോണ് കൊടുക്കുന്നതിന് മുമ്പ് ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കും. ബാലൻസ് ഷീറ്റിൽ ഇഷ്ടം പോലെ ആസ്തിയുള്ള കമ്പനിയാണ്, പിന്നെ പേടിക്കണം, ലോൺ കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. കമ്പനിക്ക് ഇഷ്ടം പോലെ പ്രോഫിറ്റ് വരുന്ന കമ്പനിയാണെങ്കിൽ ലോൺ കൊടുക്കാൻ പേടിക്കണം, പ്രോഫിറ്റിൽ നിന്ന് കൃത്യമായിട്ട് അവർ പലിശ അടച്ചോളുമല്ലേ. അപ്പോൾ അങ്ങനെ ലോൺ എടുക്കുമ്പോഴും ഒരു മാനദണ്ഡമായിട്ട് ഏതിനെ പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ലോൺ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു എംപ്ലോയീസ് ടു ഡിമാൻഡ് മോർ വേജസ്. ഇഷ്ടം പോലെ ലാഭമുള്ളൊരു കമ്പനിയാണ്, ഇഷ്ടം പോലെ അസറ്റുള്ളൊരു കമ്പനിയാണ്, എന്നിട്ട് ഇപ്പോഴും നക്കാപ്പിച്ച ശമ്പളമാണ് എംപ്ലോയീസിന് കൊടുക്കുന്നത്. അപ്പോൾ എംപ്ലോയീസിന് പറയാമല്ലോ, ഇത്രയും ലാഭം ഉണ്ടാക്കുന്ന കമ്പനിയാണ്, ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ശമ്പളം തന്നേ പറ്റുള്ളൂ, ഇൻസെൻറ്റീവ്സ് തരണം, ബോണസ് തരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് സമരം ചെയ്യാം, അല്ലെ അവർക്ക് ബാർഗെയിൻ ചെയ്യാം. കൂടുതൽ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് ബാർഗെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അക്കൗണ്ടിങ്. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ചതിവും വഞ്ചനയും ഒക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ അക്കൗണ്ടിങ്ങിൽ ഒരു അക്കൗണ്ടിങ് ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ആരെയെങ്കിലും ബിസിനസ്സിനെ ഏൽപ്പിച്ച് ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ച് അയാൾ പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്ര രൂപ, ഒരു 50,000 രൂപയുടെ കച്ചവടം ഒരു ദിവസം നടന്നിട്ടുണ്ടെങ്കിൽ അയാൾ പറയണം ഇന്ന് 30,000 രൂപയുടെ കച്ചവടം നടന്നുള്ളൂ, അതല്ലേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് അയാൾ പറയുകയാണ് ഇക്കൊല്ലം നമുക്ക് ആകെപ്പാടെ 80,000 രൂപയെ ലാഭം വന്നുള്ളൂ എന്ന് പറഞ്ഞു. തെളിവായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇപ്പോൾ ഈ അക്കൗണ്ടിങ് ഉള്ളപ്പോൾ നമുക്ക് കൃത്യമായിട്ടും അതിൻ്റെ ഓരോ എക്സ്പെൻഡിച്ചർ, ഓരോ ഇൻകവും ഒക്കെ അക്കൗണ്ടിങ്ങിലൂടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരും പറയുന്ന കേട്ട് വിശ്വസിക്കേണ്ട, എന്താണ്, നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ തെളിവുണ്ട്. അപ്പോൾ എറേഴ്സും ഫ്രോഡ്സും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, യൂസസ്, അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തേത്, ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ, ചരിത്രമാണ്. അതായത് നമ്മുടെ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ബിസിനസ് ഇയർ എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ 1 ആരംഭിച്ച് അടുത്ത വർഷം മാർച്ച് 31 അവസാനിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 1 നമ്മുടെ ബിസിനസ്സിലുണ്ടായ ഒരു ഇൻകത്തിൻ്റെയോ എക്സ്പെൻസിൻ്റെയോ ലോസിൻ്റെയോ ഗെയിൻ്റെയോ അസറ്റിൻ്റെയോ റിസൾട്ട് നമ്മൾ എപ്പോഴാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, ആ വർഷം അവസാനമാകുമ്പോഴാണ്. അപ്പം തന്നെ നമ്മൾ നോക്കുന്നില്ല. അപ്പം നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം, ഒരു 50,000 രൂപ കൊടുത്തിട്ട് നമ്മളൊരു ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഫർണിച്ചറിന് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ, അത് നമുക്ക് ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ, അതിൻ്റെ വില ഇപ്പോഴത്തെ എന്നൊക്കെയുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അടുത്ത വർഷം മാർച്ച് 31 ആകുമ്പോഴാണ്. ഏപ്രിൽ 1 തീയതി വാങ്ങിച്ചതാണ്. 2019 ഏപ്രിൽ 1 തീയതി വാങ്ങിച്ച അസറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ റെക്കോർഡഡ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്, 2020 മാർച്ച് 31. അപ്പോഴേക്കും ചിലപ്പോൾ ഈ അസറ്റിന്, ഈ ഫർണിച്ചറിന് ഇപ്പം മാർക്കറ്റിൽ ഇതിനേക്കാൾ വില കൂടിയിട്ടുണ്ടാവാം, ഇതിനേക്കാൾ വില കുറഞ്ഞു പോയിട്ടുണ്ടാകാം. നമ്മൾ ഏത് റെക്കോർഡ് ചെയ്യുള്ളൂ, നമ്മൾ വാങ്ങിച്ചപ്പോഴത്തെ വില മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് പറഞ്ഞത്, ഹിസ്റ്റോറിക്കലാണ്. ആക്ച്വലി ഇപ്പോഴും അതായിരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് ഓഫ് നോൺ മോണിറ്ററി നേച്ചർ വിൽ നോട്ട് ബി എൻറ്റേഡ്. അതായത് ഞാൻ നേരത്തെ പറയുന്നുണ്ട്, ഡെഫിനിഷൻ മുതൽ പറയുന്നുണ്ട്, മോണിറ്ററി അത് മണി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പണപരമായ ഇടപാടുകൾ മാത്രമേ എവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഒരാളുടെ ക്വാളിഫിക്കേഷനോ ക്വാളിറ്റിയോ എക്സ്പീരിയൻസോ പെർഫോമൻസ് ഇതൊന്നും നമ്മളെവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളത്
ഒരു പോരായ്മയാണ്. ദെൻ ഇൻഫോർമേഷൻ റെക്കോർഡഡ് ഇൻ അക്കൗണ്ട്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി അക്കൗണ്ടൻറ്റ് ഓർ മാനേജ്മെൻറ്റ്. അതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ആരുടെ സ്വാധീനത്തിന് വഴിപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്? അക്കൗണ്ടൻറ്റിൻ്റെയോ മാനേജ്മെൻറ്റിൻ്റെയോ ഇൻഫ്ലുവൻസിന് പേഴ്സണൽ ജഡ്ജ്മെൻറ്റിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഇൻ അക്കൗണ്ടിങ് വാല്യൂലെസ് അസറ്റ്സ് ആർ ഷോൺ. വാല്യൂ ലെസ് അസറ്റ്സ്, അതായത് നമ്മളിപ്പം 2019 ഏപ്രിൽ മാസത്തിൽ 50,000 രൂപയുടെ ഒരു അസറ്റ് വാങ്ങിച്ചാൽ നമ്മളത് റെക്കോർഡ് ചെയ്യുന്ന എപ്പോഴാണെന്നാണ് പറഞ്ഞത്? 2020 മാർച്ച് 31 അല്ലേ? അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിപ്രീസിയേഷൻ, തേയ്മാനം പോലെയുള്ള ചിലവുകളൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. വാല്യൂ ലെസ് അസറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരു വിലയില്ലാത്ത അസറ്റ് ആണെന്നാൽ പോലും അതുപോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂലെസ് അസറ്റാണല്ലോ, മൂല്യമില്ലാത്ത അസറ്റാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതും ഒരു പോരായ്മയായിട്ടാണ് പറയുന്നത്. തന്നെ അക്കൗണ്ടിങ് പ്രൈസ് ചേഞ്ചസ് ആർ നോട്ട് കൺസിഡർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചപ്പോൾ 50,000 രൂപയായി, ഇപ്പോഴതിൻ്റെ വില മാർക്കറ്റിൽ 70,000 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് ഷീറ്റിനകത്ത് 70,000 എഴുതി വെക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. എന്ത് എഴുതാൻ പറ്റുള്ളൂ? 50,000 എഴുതാൻ പറ്റുള്ളൂ. പ്രൈസ് ചേഞ്ച് അവിടെ കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ കൊടുത്ത എത്രയേ ഉള്ളൂ? 50,000 അല്ലേ വാങ്ങുമ്പം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പ്രൈസ് ചേഞ്ചസ് ഒന്നും എവിടെ കാണിക്കാനായിട്ട് പറ്റുന്നില്ല? അക്കൗണ്ടിങ്ങിൽ കാണിക്കാനായിട്ട് പറ്റുന്നില്ല. അതാണ് മറ്റൊരു പോരായ്മ. അങ്ങനെ 5 ലിമിറ്റേഷൻസ് ആണ് അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ടും പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്. ആർക്കൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കൊണ്ട് ഗുണമുള്ളത്? യൂസേഴ്സ് ആരൊക്കെയാണ്? അതിൻ്റെ ഉപയോക്താക്കളെന്ന് നോക്കാം. ഒന്ന് ഓണർ. അതിൻ്റെ ഓണർ, പ്രൊപ്രൈറ്റർ തന്നെ അതിൻ്റെ ഉപയോക്താവാണ്. അക്കൗണ്ടിങ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ പറ്റും. 2 മാനേജ്മെൻറ്റ്. 3 എംപ്ലോയീസ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണമൊക്കെ ബാങ്കുകാരൊക്കെയാണ് നമുക്ക് വായ്പയൊക്കെ തരുന്നവർ. ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ സ്ഥാപനത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ. അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ വാങ്ങുന്നവർ, കൺസ്യൂമേഴ്സ്, ഗവൺമെൻറ്. ഇത്രയും ആളുകളാണ് മെയിനായിട്ടും അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസും പഠിച്ചു. അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് പഠിച്ചു. അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഉപഭോക്താക്കളെന്നും പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? എന്നോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.